ഞാനും ബാക്കിയായി, ജിസയിലും ബാക്കിയായി, ആര്യൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ഒന്നെങ്കിൽ ആര്യന്റെ അടുത്ത് കിടന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോലും എന്റെ എത്രയോ ഇളയതാണ്. അപ്പൊ എനിക്ക് പോലും അയ്യോ ഞാനോ ജിസയിലൊക്കെ ഞാൻ കിടക്കാം. അപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്താം, നമുക്കത് അയ്യോ അത് പണിയാവുമല്ലോ, നമുക്ക് പോലും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നടക്കുന്നതല്ലോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ കാഴ്ചക്കാരുടെ. അങ്ങനെ അനുമോളുടെ കമ്പിക്കഥകൾക്ക് മറ്റൊരു തിരിച്ചടിയും കൂടി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആര്യനും ജിസേലിനും വെച്ച് അനുമോൾ ഉണ്ടാക്കിയ കമ്പിക്കഥയെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ അല്ലെ. കഥ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, അത് ലൈവായി എല്ലാവർക്കും വേണ്ടി റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്ത മാസ് വ്യക്തിയാണല്ലോ നമ്മുടെ അനുമോൾ. ബിഗ് ബോസ് ഹൗസിൽ ഒരേ കട്ടിലിൽ കിടക്കുന്നവരാണ് ആര്യനും ജിസേലും. ഇവർ രണ്ടുപേരും രാത്രിയിൽ പുതപ്പിനടിയിൽ കിടന്ന് ഉമ്മ വെച്ച് കളിച്ചു എന്നാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് അമ്മായി അനുമോൾ പറഞ്ഞിരുന്നത് അല്ലെ. എന്നാൽ ആര്യനും ജിസേലും തമ്മിൽ അങ്ങനെ യാതൊരു ബന്ധവും ഉള്ളതായിട്ട് ഒരിക്കൽ പോലും തോന്നിയിരുന്നില്ല എന്നാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്ന കലാപവും സരിക പറയുന്നത്. 2 ദിവസം മുമ്പ് ഒറിജിനൽസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂക്കിടെയാണ് ആര്യന്റെയും ജിസേലിന്റെയും ബന്ധത്തെ കുറിച്ച് കലാപവും സരിക സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഒരു കട്ടിങ് കണ്ടു. അതായത് ഒരു രാത്രിയില് അനു പെട്ടെന്ന് ആര്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആര്യനും ജിസേലും തമ്മിൽ എന്താ പരിപാടി നടക്കുന്നത്, ഇതൊരു ഹിന്ദി ബിഗ് ബോസ് ആയോ, സെൻസേർഡ് കണ്ടന്റ് ആയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പിംഗ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ ഇവിടെ കലാപം സരിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി പോലും വന്നില്ല. ആര്യനും ജിസേലും തമ്മിൽ അങ്ങനെ മോശമായി ഇടപഴകുന്നത് താൻ കണ്ടിട്ടേ ഇല്ല എന്ന് എത്ര കോൺഫിഡന്റോട് കൂടിയാണ് ഇവിടെ കലാപം സരിക പറഞ്ഞു വെക്കുന്നത്. 3 ആഴ്ചയോളം ബിഗ് ബോസ് ഹൗസിൽ താമസിച്ച ആളാണ് സരിക. സോ എപ്പിസോഡും എഡിറ്റഡ് ലൈവും മാത്രം കാണുന്ന നമ്മളെക്കാളും അറിവ് എന്തായാലും കലാപം സരിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ യാതൊരു തർക്കവും വേണ്ട. ആര്യനും ജിസേലിയും അത്രയും അടുത്ത് കണ്ട് അവരോട് ഇടപഴകി ജീവിച്ച ഒരാളാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അനുമോൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞപ്പോ ആ വീട്ടിൽ ഒരാളെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ആരെങ്കിലും ജിസേലിന് പോക്ക് അത്ര ശരിയല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നു? ഇല്ലല്ലോ. മറ്റാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് അനുമോൾ പറഞ്ഞുണ്ടാക്കിയത്. എങ്ങനെയും ഒരു കമ്പിക്കഥക്കുള്ള വക കിട്ടുമോ എന്നും നോക്കി രാത്രി ഒരു പോള് പോലും കണ്ണടയ്ക്കാതെ ആര്യന്റെയും ജിസേലിന്റെയും കട്ടിലേക്ക് നോക്കി കിടക്കുന്ന അനുമോൾക്ക് അവരുടെ ബെഡ്ഷീറ്റ് ചെറുതായി അനങ്ങുന്നത് കണ്ടാൽ പോലും അത് ഉമ്മ വെക്കുന്നതായി തോന്നുന്നത് സ്വാഭാവികം. കാരണം മനസ്സ് മുഴുവനും അതും ആലോചിച്ചാൽ ഇരിക്കുന്നത്. എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തുന്ന പോലെ ഉറക്കം കളിച്ച് ഇങ്ങനെ കാത്തിരിക്കല്ലേ. എന്നിട്ടും വൈൽഡ് കാർഡായി കയറി വന്ന മസ്താനെ ചെവിയിൽ ഓതി കൊടുത്തതിന് ശേഷമാണ് അനുമോൾ ഈ കഥ റിലീസാക്കുന്നത്. അതുവരെ ആൾക്ക് ഇത് അത് തന്നെയാണെന്ന് ഉറപ്പിക്കലായിരുന്നു. വൈൽഡ് കാർഡായി കയറി വന്ന മസ്താനെ വന്ന് പറഞ്ഞതോടെ ഇത് അത് തന്നെയാണെന്ന് ആളെ ഉറപ്പിച്ച്, എന്നിട്ട് ആര്യനും ജിസേലും ഉമ്മ വെച്ചു വന്ന് ഇവൾ നേരിട്ട് കണ്ടുപോലെയാണ് വന്ന് പറയുന്നത്. യാതൊരു ഉറപ്പുമില്ലാതെ ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്തു. ആ സമയത്ത് അത് കാണാൻ പോലും നിൽക്കാതെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയുണ്ട്, അക്ബർ. അയാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. പല സമയങ്ങളും അക്ബർ എടുക്കുന്ന നിലപാടും അയാൾ പറയുന്ന പോയിന്റുകളും ഒക്കെ അടിപൊളിയാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചൊരു മൊമെന്റ് ആയിരുന്നു. എന്നാലും സരികൊക്കെ പറയാനുള്ളത് ബാക്കിയും കൂടി കേട്ടോക്കാം. എന്തറിയോ, ഈ ഞങ്ങളെ അതല്ല, ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഞങ്ങളൊക്കെയാന്ന് പറയാം. ഈ ജിസൈൽ എന്ന് പറയുന്നത് എനിക്ക് ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബെഡ് കിട്ടി, ഞാനും ബാക്കിയായി, ജിസൈലും ബാക്കിയായി, ആര്യൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ഒന്നെങ്കിൽ ആര്യന്റെ അടുത്ത് കിടന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോലും എന്റെ എത്രയോ ഇളയതാണ്. അപ്പൊ എനിക്ക് പോലും അയ്യോ ഞാനോ ജിസയിലൊക്കെ ഞാൻ കിടക്കാം. അപ്പൊ തന്നെ എനിക്ക് അവരോട് ബഹുമാനം തോന്നി. കാരണം അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് അവർക്കില്ല. ഞാൻ പോലും അയ്യോ അവിടെ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവിടെ ഏതാ പെണ്ണുങ്ങൾ ഞാൻ ഓടി രേണുവിന്റെ അടുത്ത് പോയി കിടന്നു. അപ്പൊ അവിടെ ജിസയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ആര്യനോ ഓക്കെ ഞാൻ കിടക്കാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും. നമുക്ക് പോലും കാണുമ്പോൾ ഒരു വൃത്തിയോട് തോന്നിയിട്ടില്ല. ഇപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്താം, നമുക്കത് അയ്യോ അത് പണിയാവുമല്ലോ, നമുക്ക് പോലും തോന്നിയിട്ടില്ല. പിന്നെ അവര് നിങ്ങൾക്ക് തോന്നില്ല ചേച്ചി, പക്ഷെ അനുമോൾക്ക് തോന്നും. കാരണം മനസ്സിൽ നിറയെ കുശുമ്പാണല്ലോ. ബിഗ് ബോസ് തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാകും. അനുമോൾക്ക് ആദ്യം തൊട്ടേ ജിസേലിനോട് അസൂയായിരുന്നു. ഇവിടുത്തെ ആണുങ്ങൾ മുഴുവനും ജിസേലിന് പിന്നാലെ ഒലിപ്പിച്ച് നടക്കുകയാണെന്ന് അനുമോൾ എപ്പോഴും പരാതി പറയുമായിരുന്നു. അനുമോൾ കുറെ ക്യൂട്ട്നെസ് വരികി നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ഈ 30 കഴിഞ്ഞ അമ്മച്ചിമാരൊക്കെ ക്യൂട്ട്നെസ് മേടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ ആരും തന്നെ മൈൻഡ് ചെയ്യാതെ ജിസേലിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് കണ്ട് ഫ്രസ്ട്രേഷനും അസൂയയും മൂത്താണ് അവസാനം ഇവൾ ഈ കമ്പിക്കഥയും കൊണ്ടുവരുന്നത്. മനസ്സിൽ ഇങ്ങനെ അസൂയയും കുശുമ്പും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്താണ് പലരും തന്നെ മനസ്സിനെ സമാധാനിപ്പിക്കാറുള്ളത്. ആരോടാണ് അസൂയ തോന്നുന്നത് ആ വ്യക്തിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആത്മസംതൃപ്തി നേടും. അങ്ങനെ മനസ്സിന്റെ ഫ്രസ്ട്രേഷൻ കുറയ്ക്കും. ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ട് ആണ്. ഇതാണ് അനുമോൾ ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഫ്രസ്ട്രേഷൻ മൂത്ത് അനുമോൾക്ക് വട്ടായി പോയെന്നെ. താൻ ഏറെ വെറുക്കുന്ന ഒരാളെ തനിക്ക് ചുറ്റുമുള്ള ആളുകൾ സ്നേഹിക്കുന്നത് ഇത്തരക്കാർക്ക് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇവരുടെ മനസ്സിങ്ങനെ എരിപിരി കൊള്ളും. എങ്ങനെയെങ്കിലും അയാളെ മോശമായി ചിത്രീകരിക്കണം, വെറുക്കപ്പെട്ടവളാക്കണം എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അനുമോളെ പോലെ ഇത്ര തരംതാണ രീതിയിൽ ഗെയിം കളിക്കുന്ന വേറൊരാളും ആ വീട്ടിലില്ല. അത്രയും ചീപ്പായിട്ടാണ് അനുമോള് കളിക്കുന്നത്. സോറി, അനുമോള് മാത്രമല്ല കേട്ടോ, മറ്റൊരാളും കൂടി ഉണ്ട് ചീപ്പ് ഗെയിം കളിക്കുന്നതിൽ. അനുമോളോട് തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഇപ്പൊ വൈൽഡ് കാർഡായിട്ട് കാര്യം വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ മസ്താനി. അനുമോൾക്ക് പറ്റിയ കൂട്ടാണ്. അനുമോളെ പോലെ മറ്റൊരു
കൊടുക്കും വണ്ടി. കഴിഞ്ഞ ദിവസം രന ഫാത്തിമ മസ്താനി ഊക്കി വിടുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും സരികക്ക് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടു നോക്കാം. പിന്നെ അവര് ഭയങ്കര രസകരമായിട്ടുള്ള രണ്ട് ഫ്രണ്ട്സ് ആണ് ആര്യനും ജിസൈൽ. അത് നമുക്കൊരു, ഞാൻ പറയല്ലേ, പലതും നമ്മൾ പൊതുവെ പറയും, നമ്മൾക്ക് കാണുമ്പോൾ ഒരു വൃത്തിയോട് തോന്നരുത്. നമുക്ക് ഒരു തരത്തിൽ പോലും അവിടുത്തെ ചില ആൾക്കാരുടെ ബിഹേവിയർ നമുക്കൊരു ഇവരെന്താ ഇങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അവിടെ അങ്ങനെ തോന്നിയത്. കാരണം ഇവർക്ക് അത് പുതപ്പിന്റെ ഉള്ളിൽ ഇരുന്നാലും പുതപ്പിന്റെ ഉള്ളിൽ വർത്താനം പറയുമ്പോൾ പോലും അങ്ങനെ ഒരു നെഗറ്റീവ് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നടക്കുന്നതല്ലോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ കാഴ്ചക്കാരുടെ, നമ്മളൊരു പ്രേക്ഷകരുടെ കണ്ണിലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇവർ തമ്മിൽ ഇനിയിപ്പോ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ കിടന്നാൽ പോലും നമുക്കൊരു വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സരിക ചേച്ചി വീണ്ടും ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് അല്ലെ. ആര്യനും ജിസയിലും ഒപ്പം ആ ബെഡ്റൂമിൽ 10-20 പേര് വേറെയും ഉണ്ട്. അവർക്ക് ആർക്കും തോന്നാത്ത, അവരാരും കാണാത്ത കാര്യമാണ് അനുമോൾ കണ്ടു എന്ന് പറയുന്നത്. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടന്റ് അറിയേണ്ടി വരും. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി സരിക പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ബിഗ് ബോസിൽ മുമ്പ് പങ്കെടുത്ത പല മത്സരാർത്ഥികളും പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് താൻ നന്നായി പെർഫോം ചെയ്ത പല മൊമെന്റുകളും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത്. ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയ ഒരുപാട് പേർ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. സരികയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. സരിക പറയുന്നത് കണ്ടു നോക്കാം. 20 ദിവസത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിൽ ഒരു വിഷമം വന്നു. ഇതൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ അവിടെ ഒരാള്. അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ പല കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, പല പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പല തഗ് എന്നറിയില്ല. ഇപ്പൊ നമ്മള് തഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പറയില്ല, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചിരിച്ച്, അല്ലെങ്കിൽ അവര് പറയുമ്പോൾ അയ്യോ ചേച്ചിനെ നമ്മൾ ഇങ്ങനെയല്ല വിചാരിച്ചത്, നമ്മൾ വിചാരിച്ചൊരു നാട്ടിൻപുറത്തൊക്കെയുള്ള, പക്ഷെ ചേച്ചിന്റെ ഡയലോഗുകൾ, ചേച്ചിന്റെ ഒരു കോൺഫിഡൻസ്, അപ്പൊ ഈ സാധനങ്ങളൊന്നും തന്നെ എന്നോട് എന്റെ അച്ഛനമ്മ ചോദിച്ചു എവിടെയായിരുന്നു, ബിഗ് ബോസിലായിരുന്നു, കണ്ടതേ ഇല്ല എന്ന് പറയുമ്പോ എനിക്ക് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര വിഷമമായി. കാരണം എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ അവിടെ പോകുന്ന ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷെ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പെർഫോമൻസ് ചെയ്യണം, കുറച്ച് ഇതാക്കണം എന്ന ഒരാളെ കൊണ്ട് വേറൊരു രീതിയിൽ നെഗറ്റീവ് പറയിപ്പിക്കരുത്. ഇങ്ങനെയുള്ള കുറെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ചീത്ത പറയാണ്ട് നമുക്കൊരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാലോ. ആ കഴിവ് എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കേരള ജനത പറഞ്ഞു എന്ത് രസമായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ആ രസകരമായിട്ടുള്ള ഹാൻഡിലിങ് അവർക്ക് വേണ്ട, ബിഗ് ബോസിന് വേണ്ട. അപ്പൊ വന്നു കഴിഞ്ഞ് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം എനിക്ക് അച്ഛനെ അമ്മനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഞാനൊരു വലിയ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് ക്ഷീണിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഈ സാധനം ഇടപെടുന്നതില്ല, ഈ കോട്ടുവായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെനിക്ക് അയ്യോ. അപ്പൊ അമ്മ ചോദിച്ചു നീ എന്താ 24 മണിക്കൂർ അവിടെ നമ്മൾ ആവി ഇട്ടുന്നോ, ആവി ഇട്ടോണ്ടിരിക്കുക. അല്ല, ഇതിന്റെ മുന്നേ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ക്ഷീണിച്ചു പോയിരുന്ന ആവി ഇട്ടത്. അപ്പൊ ചേടാ പാവണ്ടില്ലേ. പക്ഷെ സരിക ഈ പറയുന്ന അത്ര അവിടെ ആക്റ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റു മത്സരാർത്ഥികളും സരിക അത്ര ആക്റ്റീവ് അല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. സരിക ഏകദേശം എവിക്റ്റ് ആകുമെന്ന് ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളും ഉറപ്പിച്ചത് തന്നെയാണ്. ഹൗസ് പെയിന്റിൽ തന്നെ അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് പിന്നെ എപ്പിസോഡിൽ തന്റെ ഭാഗങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ടാണ് ആക്റ്റീവ് അല്ല തോന്നിയത് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവും ഇല്ലല്ലോ. എന്തായാലും ബിഗ് ബോസ് നിങ്ങളെ വെച്ച് അധികം കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാത്തത് ഭാഗ്യമായി കണ്ടാൽ മതി. നല്ല പേരും കൊണ്ട് ബിഗ് ബോസിൽ കയറുന്നവരൊക്കെ തിരിച്ചിറങ്ങുന്നത് ഒരിക്കലും ആയാതെ ചെയ്ത പേരും കൊണ്ടാണ്. നിങ്ങളിപ്പോ പറഞ്ഞ പോലെ എന്റെ പല നല്ല മൊമെന്റുകളും എപ്പിസോഡിൽ കാണിക്കാതെ എന്റെ മോശം പല സംഭവങ്ങളും മാത്രം പെറുക്കിയെടുത്ത് എപ്പിസോഡിൽ കാണിച്ചു എന്ന് മുമ്പും പല മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സീക്രട്ട് ഏജന്റ്, അതുപോലെ സിജോ, ഇവർ രണ്ടുപേരെയും എനിക്ക് പരിചയമുണ്ട്. അവർ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ആ വിഷയത്തിൽ ഇടപെട്ടു, ഈ വിഷയത്തിൽ ഇടപെട്ടു, ഉറക്കെ സംസാരിച്ചു, നിലപാടുകൾ പറഞ്ഞു, വീട്ടിലുള്ള എല്ലാവരും കൈയടിച്ചു. പക്ഷെ അതൊന്നും എപ്പിസോഡിൽ വന്നില്ല. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അത് മുഴുവനും എപ്പിസോഡിൽ വരികയും ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ എന്നോട് പറഞ്ഞിരുന്നത്. ഇവിടെ സീക്രട്ടിന്റെ കാര്യം തന്നെ നോക്കൂ. ഹീറോ ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറി പോയത്. പക്ഷെ തിരിച്ചിറങ്ങിയത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. പിന്നെ ഈ വിഷയത്തിൽ ബിഗ് ബോസിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താനും കഴിയില്ല. അൾട്ടിമേറ്റ്ലി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷോന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടി പല കളികളും അവർ കളിക്കും. ഹീറോയെ സീറോ ആക്കും, സീറോയെ പിടിച്ച് ഹീറോ ആക്കും, സമൂഹത്തിൽ നെഗറ്റീവ് ഇമേജ് ഉള്ള ആളെ കൊണ്ടുവന്ന് പോസിറ്റീവ് ആയിട്ട് ഇറക്കി വിടും, നേരെ തിരിച്ചും ചെയ്യും. ബിഗ് ബോസ് ഒരു സാഡിസ്റ്റ് ആണെന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ പഴയ മത്സരാർത്ഥികൾ അടക്കം പലരും തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സരിക പറയുന്നുണ്ട്. ആന്ന് കേട്ടോക്കാം. ഇതിൽ പങ്കെടുത്ത ആൾക്കാർ പോലും എന്റെ കയ്യും കാലും പിടിച്ചിട്ട് പോകരുത്, മഹാ ഡേഞ്ചറാണ്, മറ്റേതാണ് മറിച്ചാണ്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടെ ചെറിയൊരു മാറ്റം ട്വിസ്റ്റ് ഉണ്ടായില്ല. അതായത് ഞാൻ ആ വെല്ലുവിളിച്ചത് എന്താ വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യാത്തതൊന്നും അവർക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്ത കാര്യം കാണിക്കാതിരിക്കാം. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അത് മതിയല്ലോ, ചെയ്യാത്ത കാര്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്ത കാര്യങ്ങൾ കാണിക്കാതിരുന്നാലും മതി. ചെയ്ത നല്ല കാര്യങ്ങളൊന്നും കാണിക്കാതെ ഇടയ്ക്കെപ്പോഴും സംഭവിച്ച ചീത്ത കാര്യങ്ങൾ മാത്രം പെറുക്കിയെടുത്ത്
കാണിച്ചാൽ മാത്രം മതിയല്ലോ മുഴുവനും നെഗറ്റീവ് ആവാൻ. ഇപ്പൊ പിന്നെ എല്ലാവരും ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ആരും ഇനി ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് കേവലം ഒരു കണ്ടന്റ് മാത്രമാണ്. അവരത് അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കും. ബാക്കിയൊക്കെ നിങ്ങൾ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.